തിരുവല്ലയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അജു അലക്സ് എന്ന് പറയുന്നത്. അതായത് ചെകുത്താൻ എന്ന വിളിപ്പേരുള്ള അജു അലക്സ് എന്ന് പറയുന്നത്. അജു അലക്സ് എന്ത് സംഭാവന ചെയ്തിട്ടാണ് എലക്ഷന് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് ഒരു കാര്യമുണ്ട്. ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു ഗവൺമെൻറ് എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണോ അത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാളാണ്. എങ്ങനെയാണ് ഇത് ചലിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് അജു അലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അജു അലക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിരന്തരമായിട്ട് നമ്മളിവിടെയുള്ള പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രതിനിധികൾ, രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നത് നിരന്തരമായിട്ട് അവരുടെ ഇമേജ്, ഇല്ലാത്ത ഇമേജ് അടക്കം പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിരന്തരമായിട്ട് ഈ ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇവിടുത്തെ ഈ പറയുന്ന ട്രാൻസ്പെറൻസിയിലൂടെ, മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യാനുള്ള കഴിവിലൂടെ, കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവിലൂടെ ഇവിടെ ഏത് ഗവൺമെൻറ് അതോറിറ്റി അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാലും അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ല് അദ്ദേഹത്തിനുണ്ട്. പിന്നെ നേരിട്ട് എനിക്ക് പരിചയമുള്ളത് കൊണ്ട് തന്നെ പറയാം, അദ്ദേഹം വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കക്ഷിയാണ്. അനാവശ്യമായിട്ടുള്ള ഒരു ടോക്കിനോ കാര്യങ്ങൾക്കോ നിൽക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിനെ പുകഴ്ത്തുന്നത് പോലും അദ്ദേഹത്തിന് സത്യത്തിൽ ഇഷ്ടമുള്ളൊരു വ്യക്തിയല്ല. ഈ പറയുന്ന മോഹൻലാലിൻ്റെ ഈ പറയുന്ന പ്രണയം കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം പോകുന്ന സമയത്ത് അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് അവിടെ പ്രായോഗികം അതല്ല എന്ന് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അറസ്റ്റിലാവുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റും കാര്യങ്ങളും കാണാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പുറത്തേക്ക് വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രായോഗികമായിട്ട് ജനശബ്ദം എന്താണോ അതിന് അനുകൂലമായിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണോ ശരി അതിനു വേണ്ടി സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ പ്രതിനിധികൾ, രാഷ്ട്രീയ പ്രവർത്തകരും മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടോ കോർഡിനേഷനെ കുറിച്ചിട്ടോ വ്യക്തമായിട്ടുള്ള ധാരണയില്ലാതെ, ഗവൺമെൻറ് അതോറിറ്റീസ് സക്സസ് ആക്കാനായിട്ട് കഴിവില്ലാതെ, ഇനി സക്സസ് ആക്കാൻ കഴിയോ എന്നുള്ളത് പോലും അറിയാതെ ഇലക്ഷൻ നിൽക്കുന്ന രാഷ്ട്രീയ പ്രതിനിധികളെക്കാളും ബെറ്ററാണ് തിരുവല്ലയിൽ മത്സരിക്കുന്ന അജു അലക്സ് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ട്രാൻസ്പെറൻസി, ഒരു സിസ്റ്റം എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ജനങ്ങളുടെ മുന്നിൽ നിൽക്കണോ അത്രത്തോളം ട്രാൻസ്പെറൻസിയോട് കൂടിയിട്ട് ഒരു സിസ്റ്റം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത് ഓൾറെഡി അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവല്ലയിൽ ഉള്ള ജനങ്ങൾ ഇദ്ദേഹത്തിനെ ജയിപ്പിക്കുകയാണെങ്കിൽ അത് പാഴാവില്ല, അത് ആ ജനത്തിന് കിട്ടുന്ന ബെനിഫിറ്റും കൂടിയായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.